സോ ഗായ്സ്, ഞാൻ ഒരിക്കലും അപ്പോൾ നമ്മുടെ പുതിയൊരു മൈൻക്രാഫ്റ്റ് വൺ ബ്ലോക്ക് സർവൈവലിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കലും സ്വാഗതം. ഇത് രണ്ടാമത്തെ എപ്പിസോഡാണ്. ഇന്ന് നിങ്ങൾക്ക് കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ട്. കാരണം ഞാനൊരു ഷെയ്ഡ് ഇട്ടിട്ടുണ്ട്. ഷെയ്ഡ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാം. പിന്നെ കുറച്ച് മോഡ്സൊക്കെ ഉണ്ട്. പിന്നെ ഒരു മോഡ് ഇതാണ് എന്ന് വെച്ചാൽ നമുക്ക് എൻ്റെ ബട്ടൺസും കാണാനില്ല. ഞാൻ കളിക്കുന്ന ഫോണിലാണ്, പക്ഷേ ജോയ്സ്റ്റിക്കും മറ്റേ അടിക്കാനുള്ള ബട്ടനും പ്ലേസ് ചെയ്യാനുള്ള ബട്ടനും ഒന്നും കാണാനില്ല, ജമ്പ് ചെയ്യാനും. അതാണ് സെക്കൻഡ് മോഡ്. ഇനി തേർഡ് മോഡ് എന്ന് വെച്ചാൽ ഒരു ടോർച്ചിൻ്റെ മോഡാണ്. ഞാൻ കാണിച്ചു തരാം. ടോർച്ച് അവിടെ ഒരു ടോർച്ച് കിട്ടി. നമുക്ക് ഈ ടോർച്ച് ലെഫ്റ്റ് ഹാൻഡിൽ വെക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെ വയ്ക്കുക? ഓക്കെ, നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ചാൽ നമുക്ക് ലൈറ്റ് കൊണ്ട് കിട്ടും. ഇപ്പോൾ നമുക്ക് ലൈറ്റ് കിട്ടുന്ന മറ്റേ ടോർച്ച് അടിയിൽ വെച്ചോണ്ടാണ്, എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ്. ഒരു ടോർച്ച് അടിയിൽ പോയിട്ടുണ്ട്, പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ അപ്ഡേറ്റ്സ്. അപ്പോൾ നമ്മുടെ ചന്ദ്രനൊക്കെ ഉണ്ട്, ഭയങ്കര രസമില്ല. ഇത് പുതിയ മോഡാകൊണ്ടാണ്. ഓക്കെ, ഞാൻ ഈ ഇൻവെൻട്രി ഒന്ന് നീക്കി വെക്കണ ടൈം ലാപ്സാണിത്. ബൈ ദ വേ, ഞാൻ ഡബ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം എനിക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ വോയിസ് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോയുടെ എതിർത്തിട്ട് അതിൽ ഞാൻ പറയുകയാണ്, ഡബ് ചെയ്യാണ്. ഓക്കെ, ഞാൻ ക്രാഫ്റ്റ് ടേബിൾ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ടോർച്ച് മാത്രമേ ഞാൻ ലെഫ്റ്റ് ഹാൻഡിൽ വെക്കുന്നുള്ളൂ. അത് കളഞ്ഞു പോയ പണിയാണ്. ടോർച്ച് എപ്പോഴും ആവശ്യം വരെ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഇനി നമ്മൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മളിപ്പോൾ സ്റ്റോൺ കേവ് ഫേസിലാണ്. അപ്പോൾ ഇവിടെ അയണ്, കോപ്പർ അങ്ങനെയുള്ള എല്ലാം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ഫെൻസൊക്കെ കെട്ടി അവിടെ വെക്കണം. ഫെൻസ് അല്ലെങ്കിൽ അവിടെ മറ്റേ സ്കെൽറ്റൻ സോംബിയൊക്കെ സ്പോണായി നമ്മൾ അപ്പം തന്നെ അടിച്ച് നിലത്തിക്കിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ പോകും. സോ അതിങ്ങനെ വഴി വെച്ചായിരിക്കാൻ ഫെൻസ് വെക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ബ്ലോക്കിങ് 4 സൈഡിൽ ഫെൻസ് വെക്കുക. എന്താ കാണിച്ചു തരാം. ഫെൻസ് ഉണ്ടാക്കട്ടെ. ഫെൻസ് ഉണ്ടാക്കാൻ നമുക്ക് വുഡും സ്റ്റിക്കുമാണ് വേണ്ടത്. എന്തെങ്കിലും സ്റ്റിക്ക് 4 ഫസ്റ്റ് ഞാൻ ഇതൊന്നും പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ, അയൺ കിട്ടും. പിന്നെ നമുക്ക് ഫെൻസ് ഉണ്ടാക്കാം. ഇതാ സ്റ്റിക്ക് വേണം, പിന്നെ വുഡും വേണം. ഇത് രണ്ടും വെച്ചിട്ടാണ്. വുഡ് എന്ന് വെച്ചാൽ സാധാ വുഡല്ല, ഓക്ക് പ്ലാങ്ക്സ്. ഇപ്പോൾ ഓക്ക് മേലാണെങ്കിൽ ഓക്ക് പ്ലാങ്ക്സ്. ഇതൊക്കെ ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. എന്നാലും ഞാൻ ബോറടിപ്പിക്കാതിരിക്കാൻ സംസാരിക്കുകയാണ്. ഓക്കെ, ഞങ്ങൾ സ്റ്റിക്ക് ഉണ്ടാക്കി. നമുക്ക് ഫെൻസ് ആക്കാം. ഓക്കെ, 9 ഫെൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഡോറും ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ വെക്കാം. നമ്മുടെ ആടുകുട്ടി വളർന്നിട്ടില്ല. ആടുകുട്ടി വളർന്നാലേ നമുക്കൊരു ബെഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഓക്കെ, നമ്മൾ ഫെൻസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡോർ വെക്കാൻ എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള സാധനം നമുക്ക് പോയി എടുക്കണം. അതിനാണ് നമ്മൾ ഡോർ വെച്ച്. ഈ ചെസ്റ്റ് തുറക്കാൻ പറ്റുന്നുണ്ട്, എന്നാലും ഇങ്ങനെ വെക്കുന്നതൊക്കെ ഇഷ്ടമല്ല. നമുക്ക് ഈ പ്ലാറ്റ്ഫോം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ചെസ്റ്റ് ഒന്ന് മാറ്റി വെച്ചാലോ? അതിൻ്റെ ഒരു ചെറിയ ടൈം ലാപ്സും കൂടി ഇല്ലല്ലേ? അപ്പോൾ അടുത്ത ടൈം ലാപ്സ് കാണാൻ റെഡി അല്ലേ? നമ്മൾ അടുത്ത ടൈം ലാപ്സ്. ഓക്കെ, ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഇൻവെൻട്രി ഒക്കെ സോർട്ട് ചെയ്തിട്ട് പ്ലാറ്റ്ഫോം വലുതാക്കിയിട്ട് ചെസ്റ്റ് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷീപ്പ് വളർന്നിട്ടുണ്ട് ഗൈസ്. ഗുഡ് ന്യൂസ്. നമുക്കിനി കുറച്ച് അയണൊക്കെ എടുത്തിട്ട് ഷിയർ ഉണ്ടാക്കിയിട്ട് തല്ലിക്കൊന്നാൻ പണിയാണ്. തല്ലിക്കൊന്നാൽ പിന്നെ വേറെ കിട്ടുമെന്ന് ഞാൻ അറിയില്ല. നമുക്ക് ഈ വീട്ടിൽ വേണ്ടത് 2 പശുവും പിന്നെ 2 പന്നിയാണ്. പന്നി എന്തിനാന്ന് വെച്ചാൽ പന്നിയുടെ ഫുഡ് നല്ല ഫുഡാണ്. അത് കുറേ നേരം നിൽക്കും, വേറെ റീസണാവും. പിന്നെ പശു ലെതറിന് വേണ്ടിയിട്ടാണ്. വോള് പിന്നെ 1 മതി. ആടൊന്ന് മതി. കാരണം ആടിൻ്റെ പോലെ നമുക്ക് ഷെയർ ചെയ്തിട്ട് എത്ര വേണമെങ്കിലും ഒപ്പിക്കാമല്ലോ. ഇനി നമുക്ക് അൺലിമിറ്റഡ് ആണ്. അതിന് നമുക്ക് എന്തായാലും കുറേ കിട്ടും. അതുകൊണ്ട് അതിന് പേടിയൊന്നും വേണ്ട. ഓക്കെ, ഞാൻ സ്ലാബും ഒരു ഫർണേസ് ഉണ്ടാക്കിയിട്ട് സ്ലാബും അതിനും വെച്ച് സ്മെൽറ്റ് ചെയ്യാണ്.
ഇൻവെൻറ്ററി ഒന്ന് സോർട്ട് ചെയ്യട്ടെ. കോപ്പറിന് കുറേ കിട്ടും ഗൈസ്. ഇനി കോപ്പർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആ വിധത്തിൽ കോപ്പർ കിട്ടിക്കൊണ്ടിരിക്കും. അത് സർവ്വസാധാരണ എല്ലാവർക്കും കിട്ടും. ഓക്കെ, നമ്മുടെ ഈ ഇതും കൊണ്ട് നമുക്കൊരു കാർപ്പറ്റ് ഉണ്ടാക്കാം. കാർപ്പറ്റ് എവിടെ? കാർപ്പറ്റ് കിട്ടി. ഓ ഗൈസ്, കാർപ്പറ്റ് ഉണ്ടാക്കാൻ നമുക്ക് 2 എണ്ണം വേണം. അപ്പോൾ ആ പ്ലാൻ നടക്കില്ല. അപ്പോൾ നമ്മൾ ഇനി ഇതിനെ കൊണ്ട് എന്താ 2 അയൺ കിട്ടി. നമുക്ക് ഇത് കൊണ്ട് ഷെയർ ചെയ്യുമ്പോൾ 2 അയൺ കിട്ടണം. അല്ല 2 അയൺ അല്ല, 2 വൂള് കിട്ടണം. 2 വൂള് കിട്ടിയാലേ നമുക്ക് ഒരു ബെഡ് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്കൊരു ബെഡ് ക്രാഫ്റ്റ് ചെയ്യാൻ 3 വൂളും 3 പ്ലാങ്ക്സും വേണം. അതിന് ഞാൻ ഇപ്പം കാണിച്ചത് ഞാൻ ഇട്ട മോഡില്ലേ, മറ്റേ ടോർച്ച് ലെഫ്റ്റ് ഹാൻഡ് ആക്കാൻ, അതിൽ വരുന്നൊരു ബാക്കാണ്. നമ്മൾ ഹെൽമെറ്റിൽ ലീഡും ടോർച്ചും കൂടി വെച്ചാൽ നമുക്കൊരു ഹെൽമെറ്റ് വിത്ത് ടോർച്ച് കിട്ടും. അത് നമ്മൾ തലയിൽ വെച്ചാൽ പിന്നെ മൈനിങ്ങൊക്കെ പോകുമ്പോൾ അത് ഭയങ്കര യൂസാകും. ഓക്കെ, നമുക്ക് നമ്മുടെ ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബെഡ് ഇവിടെ വെച്ച് നമുക്ക് റീസ്പോൺസ് ചെയ്തേക്കാം. ഓക്കെ, നമ്മൾ ബാക്ക് ടു മൈനിങ്. അപ്പോൾ നമുക്ക് മൈൻ ചെയ്യാം. ഒരു സോംബി വന്നിട്ടുണ്ട് ഗൈസ്. ഈ ലീവ്സ് ഒന്നും ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ചാടി അടിക്കണം. എനിക്ക് ചാടി അടിക്കുന്നതൊക്കെ ഇഷ്ടം. എന്നാലേ വേഗം കുറേ ഡാമേജും ഡീൽ ചെയ്യും. ഓക്കെ, ഇത് കുട്ടി സോംബി ആയതുകൊണ്ട് ചാടുന്ന വർക്കായി. ഓക്കെ, ബാക്ക് ടു മൈനിങ്. ഓക്കെ, നമുക്ക് മൈൻ ചെയ്തുകൊണ്ടിരിക്കാം. അടുത്ത സോംബി ഇതാ ഗൈസ്. ഞാൻ ഇപ്പം എന്ത് ഉണ്ടാക്കി വെച്ച് മനസ്സിലായി. ഇപ്പോൾ സോംബി നമ്മളെ അടിക്കില്ല. ഫ്രണ്ട്സും കൊണ്ട് കൂട്. ഇപ്പോൾ സോംബി നമ്മളെ അടിക്കില്ല. ഓക്കെ, നമുക്കൊരു ചെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കുറേ കോളും ഒരു ചെസ്റ്റ് പ്ലേറ്റ് ആണ്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ആവശ്യം വരും. ഞാൻ കളയണില്ല, ഒന്നും കളയണില്ല. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. ഓക്കെ, ഞാൻ എല്ലായിടത്തും ഒക്കെ ഇട്ടൊന്നും ഡേർട്ടാണ് ഇത്തിരി വാല്യുബിൾ. നമുക്ക് 4 ഗ്രാസ് ലെറ്റർ കിട്ടിയില്ല. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ അപ്പുറത്തൊക്കെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുമ്പോൾ അവിടെ ഗ്രാസ് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അപ്പോൾ ഈ ഗ്രാസൊക്കെ പോയി വിചാരിക്കും. അപ്പോൾ നമുക്ക് ഈ ഗ്രാസ് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ 1 ഗ്ലാസ് ബ്ലോക്ക് ചെയ്യാനും വേണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് അവർ തന്നിട്ടുണ്ടാവുക. ഓക്കെ, നമുക്ക് ബാക്ക് ടു മൈനിങ്. വളരെ ചെറിയ ടൈമിലേക്ക് ആയിരുന്നു കാണിച്ച് പോരടിപ്പിക്കാൻ വെച്ചിട്ട് അടുത്ത സോംബി ആണ്. ആ സോംബിയുടെ കാര്യം ബൈ ബാക്ക് ടു മൈനിങ്. ഓക്കെ, സ്പൈഡർ സ്പോണായിട്ട്. ഓക്കെ, നമുക്ക് തല്ലിക്കൊല്ലാം. ഷെയ്ഡർ ഉണ്ടോ ഗൈസ്? ഒരു ഷെയ്ഡർ. ആകാശമൊക്കെ എന്താ അറിയാത്തി. ഞാൻ 1 ബ്ലോക്ക് ആവുകൊണ്ടാണ് ആകാശത്തിൻ്റെ മാത്രം ഷെയ്ഡർ ഇട്ട്. അല്ലെങ്കിൽ ഞാൻ ഗ്രൗണ്ടിൻ്റെ കൂടി അടിപൊളി ഷെയ്ഡർ ഇട്ടിരുന്നു. ലീവ്സും ഗ്രാസൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ 1 ബ്ലോക്കല്ലേ, 1 ബ്ലോക്കിൽ അധികം അടിയിൽ നിന്നും കാണാണ്ടാവില്ല, മുകളിൽ മാത്രമേ കാണാനുള്ളൂ. അപ്പം ഞാൻ ഒരു ഷെയ്ഡർ ആകാശത്തേക്ക് മാത്രം ഇട്ടതാണ്. നമുക്ക് ആ സ്പൈഡറിനെ കൊന്നപ്പോൾ ഒരു സ്ട്രിങ്ങും ഒരു സ്പൈഡറേയും കിട്ടിയിട്ടുണ്ട്. ഇത് വയ്ക്കാം. സ്ട്രിങ് ബോയും സിസ്റ്ററോട്ട് ഉണ്ടാക്കാനും പിന്നെ സ്പൈഡറേ നമുക്ക് ഇത് ഉണ്ടാക്കാൻ ആവശ്യം വരും. മറ്റേ ബ്രൂ ചെയ്യാനൊക്കെ നമുക്ക് അടുത്ത ചെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ റോട്ടങ്ങൾ സ്ഥലത്ത് തന്നേക്കാം. കാരണം ഇതിന് എന്തിനാണ് എടുത്തിട്ട് ചെസ്റ്റ് നിറയ്ക്കണേ. ഓക്കെ, ഇങ്ങനത്തെ ഒരു സോർട്ട് ചെയ്യാൻ വല്ല ബട്ടനും വേണം ഗൈസ്. അതിനുള്ള മോഡും കിട്ടാൻ ഞാൻ അടുത്ത എപ്പിസോഡ് ചെയ്യുമ്പോഴേക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഒരു ലെഗിൻസ് കിട്ടി, ചെയിൻ ലെഗിൻസ്. അത് എന്തായാലും നമുക്ക് യൂസ് വരും. കാരണം ഞാൻ പറയുകയാണെങ്കിൽ അടുത്ത ചെസ്റ്റിൽ ചെയിൻസിൻ്റെ ബൂട്ടുണ്ടാവും. ഓക്കെ, കാരണം ഇപ്പോൾ ഫുൾ പീസ് ആമറും കിട്ടാറായി. കാരണം ഹെൽമെറ്റ് നമുക്ക് ആ സോംബിയുടെ കയ്യിൽ നിന്ന് കിട്ടി, ചെസ്റ്റ് പ്ലേറ്റ് നമുക്ക് ചെസ്റ്റിൽ നിന്ന് കിട്ടി, ലെഗിൻസ് നമുക്ക് ചെസ്റ്റിൽ നിന്ന് കിട്ടി. ഓക്കെ, നമ്മുടെ ഈ മരം ഒന്ന് വെട്ടി കൊടുക്കണം. ഇവർക്ക് നടക്കാൻ സ്ഥലമില്ല. ഇവർ എങ്ങനെ നിൽക്കണം നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ അതൊന്ന് വെട്ടി കൊടുത്തേക്കാം. അതിന് മുന്നേ ഞാൻ ഷെയർ എടുത്തിട്ട് മറ്റേ അധികം ഷെയർ ചെയ്യട്ടെ. എന്താ ഇതിന് പേര്? ഷീപ്പ്. ഇതിൻ്റെ പേര് ഞാൻ എപ്പോഴും മറന്നു പോവാണ്. നമ്മുടെ മഷ്റൂം അതിലത്തെ പശു നിൽക്കണമൊക്കെ എങ്ങനെ നിൽക്കണം, സഫോക്കേറ്റായി ചാവാതിന് ഭാഗ്യം. ഓക്കെ, അതിന് ഷെയർ ചെയ്തപ്പോൾ 1 പൂളേ കിട്ടാന്നുള്ളൂ. സാരില്ല, ഇപ്പം അത്യാവശ്യം നിലപോയിനെ കൊണ്ട് അവിടെ കിടാം. ഇല്ല, പുറത്തേക്ക് വരാൻ നോക്കുക.
ഓക്കെ, നമുക്ക് വോളിച്ച് വയ്ക്കാം. ഇനി നമുക്ക് ബാക്ക് ടു മൈനിങ്. ചെസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ. ഓക്കെ ഓക്കെ, ഇത് തല്ലി കുന്ത് ഭയങ്കര പണിയാട്ടോ. ഓക്കെ, ഒരു സ്കെൽറ്റൻ സ്പോണായി. അതിനെ കൊന്നപ്പോൾ കുറച്ച് ബോൺ കിട്ടി. സ്കെൽറ്റൻ നമ്മുടെ പകുതി ഹാർട്ട് കൊണ്ടുപോയി. ഓക്കെ, നമ്മുടെ കോള് മറ്റേ വയ്ക്കുക. എന്തെങ്കിലും സ്പേസ് കളിയില്ല. എല്ലാം ശ്രദ്ധിച്ച് ചെയ്യാൻ കേട്ടോ. ഒരു ചെറിയ മിസ്റ്റേക്ക് മതി നമ്മുടെ ഈ വേൾഡ് ലോസ്റ്റ് ആവാൻ. വേൾഡ് ലോസ്റ്റ് ഹാർഡ് കോറല്ല, എന്നാലും നമ്മൾ ഈ ബാരുപാടിൽ സാധനം കയ്യിൽ വെച്ച് നടക്കുന്നത് അത്ര ശരിയല്ല. എങ്ങാനും അടിക്കടുത്ത് വീണ സാധനം പോയതിന് പിന്നെ തിരിച്ചെടുക്കാൻ നല്ല പണിയാണ്. പിന്നെ ഈ ഫുഡ് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുന്ന ഒരു നല്ല കാര്യമാണ്. അത് അൺലിമിറ്റഡ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ നമുക്ക് ഈ മഷ്റൂം അരിഞ്ഞത്തെ കവുഞ്ഞ് തന്ന്. ഇന്ന് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഇത് എടുക്കാം. മറ്റേ സാധാ കവുകയാണെങ്കിൽ നമുക്ക് അതിന് ഇത് എടുക്കാൻ പറ്റുള്ളൂ. എന്ത് മിൽക്ക് നമുക്ക് അത്ര ആവശ്യമില്ല. കാരണം മിൽക്ക് കുടിച്ചാൽ ഹെൽത്ത് റീസണാവുന്നില്ല. ഹെൽത്ത് റീസണാവില്ല. ഒരു ബാരൽ കിട്ടിയിട്ടുണ്ട്. ബാരലിലും ഒക്കെ 5 അയണും 1 സോഡും 6 കോളും 1 അയൺ പിക്കാസും 1 അയൺ ആക്സും 1 ലാവ ബാക്കറ്റും ഉണ്ട്. ഓക്കെ, ലാവ ബാക്കറ്റ് എന്തായാലും നമുക്ക് ആവശ്യം വരും. കൊബൽസ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാൻ, മറ്റേ സീഡി ഉണ്ടാക്കാൻ. നമുക്ക് വേഗം നെതർക്കൊന്ന് പോകണം. നെതർക്ക് പോകണം ആവശ്യമുണ്ട്. ഓക്കെ, നമുക്ക് ബാക്ക് ടു മൈനിങ്. നെതർ പോയാൽ നമുക്ക് ബ്ലേസിനെ കിട്ടുള്ളൂ. അല്ല, ബ്ലേസ് ചിലപ്പോൾ തന്നെ കിട്ടും. എനിക്ക് പറയാൻ പറ്റില്ല. നെതർ ഇതുപോലെ 1 ബ്ലോക്ക് ആവും. 1 ബ്ലോക്ക് അയച്ച പണിയാവും. നെതർ 1 ബ്ലോക്ക് ആണെന്ന് വെച്ചാൽ ഫോർട്രസ് സ്പോൺ ആവാനുള്ള ചാൻസ് കുറവാണ്. നമ്മൾ ഫോർട്രസിൻ്റെ സ്കെൽറ്റൻ സ്പോൺ ആയിട്ട് ഫോർട്രസ് ഉള്ള സ്ഥലത്ത് പോയിട്ട് നമ്മളവിടെ പ്ലാറ്റ്ഫോം പണിഞ്ഞിട്ട് ബ്ലേസിനെ സ്പോണാക്കി നമ്മൾ കൊല്ലേണ്ടി വരും. ഒത്തിരി പണിയാണ്. ഓക്കെ, ഈ മഷ്റൂം അതിലത്തെ കവുങ്ങിന് ഭയങ്കര യൂസ് ഉണ്ട്. നമുക്ക് ഈ മരം കൂടി വെട്ടിയെടുക്കാം. അത് വളർന്ന് നിൽക്കണേക്കാട് നല്ല വെട്ടിയെടുക്കുന്നതല്ലേ, അതുകൊണ്ട് നമുക്ക് അത് വെട്ടിയെടുക്കാം. ഓക്കെ, നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് ടു മൈനിങ്. ഓരോ മോബ്സ് സ്പോണാവുന്നതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഫ്രണ്ട്സ് വെച്ചത്. ഓക്കെ, ഒരു കൗവിനെ കിട്ടിയിട്ടുണ്ട്. കൗവിനെ നമുക്ക് ആവശ്യം വരില്ല, കാരണം ഓൾറെഡി 3 കവുണ്ട്. പിന്നെ ഇത് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് കുറച്ച് പണിയാണ്. ഞാൻ അത് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ തലിക്കൊന്നു. ഇനി ബാക്ക് ടു മൈനിങ്. ഓക്കെ, ഒരു പിഗിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ പിഗിന് ആവശ്യം വരും, കാരണം നമ്മൾ തിരിയിപ്പിച്ചാലേ നമുക്ക് മോർ പിഗ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് ഉള്ളിൽ കയറ്റത്തിന് പണിയാവുമല്ലോ. എൻ്റെ മനസ്സിലായിട്ടുണ്ട്. എനിക്ക് ഷെയർ എവിടെ വായോ ബോണ്ടിൽ വേണ്ട. കണ്ടോ ഞാൻ ഫുഡ് കഴിക്കാനാണ് നോക്കണം, അല്ല ഡോറ് തുറക്കാനല്ല. ഓക്കെ, ഷെയർ ചെയ്തിട്ടുണ്ട്. വൂളോ ഓക്കെ, വൂള് നിലത്ത് പോയിൻ്റെ കുഴപ്പമില്ല. നമ്മുടെ ആട് റെഡി ഉണ്ട്. ഓക്കെ, നമുക്കൊരു കാർപ്പറ്റ് ഉണ്ടാക്കിയിട്ട് ഇവിടെ വെച്ചേക്കാം. കാർപ്പറ്റ് എന്തിനാ മനസ്സിലായല്ലോ. നമുക്ക് ആയിക്കോട്ടെ ചാടി പുറത്തേക്ക് ഇറക്കാം. എന്താ വെക്കാൻ പറ്റാത്തത്? ഓക്കെ, ഇനി ഞാൻ എങ്ങനെ പുറത്തേക്ക് ഇറക്കണം നിങ്ങൾ കണ്ടോട്ടോ. ഒരു ഇൻവെൻറ്റും സോഫ്റ്റ്വെയർ അങ്ങനെ അടിക്ക് വേണം പണിയാവും. അതൊക്കെ നിർത്തി വെക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് ക്യാരറ്റ് വേണം. നമ്മുടെ നീ പിന്നാലെ കൊണ്ടുവരാൻ 1 ബ്ലോക്കും കയ്യിരിക്കട്ടെ. ബ്ലോക്ക് എന്തിനാ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. 1 ബ്ലോക്ക് മതി. അഥവാ കടി പോയാലോ റൂട്ടുണ്ടായിട്ട് നമുക്ക് ഹോച്ച് ചെയ്താൽ സാധാരണ ഇട്ടാവും. അതുകൊണ്ട് നമുക്ക് അതും കളയണ്ട. ഓക്കെ, നമ്മൾ ഡേർട്ട് എടുത്തിട്ട് ഇതാ ഇവിടെ വെക്കുക. എന്നിട്ട് നമ്മൾ അത് തുറക്കുക. എന്നിട്ട് ക്യാരറ്റ് എടുക്കുക. എന്നിട്ട് ഈ സാപ്ലിങ് എടുത്തിട്ട് ഈ ലീവ്സ് ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ. ഓക്കെ, അപ്പോൾ സാപ്ലിങ് അറിയാതെ പൊട്ടി കുഴപ്പമില്ല. ഇതാ കണ്ട ഇങ്ങനെ ഗൈസ്. ഇതുപോലത്തെ ടിപ്പ് വേണമെങ്കിൽ നിങ്ങൾ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യുക. ഇതുപോലത്തെ ടിപ്പ് ഈ ചാനലിൽ എല്ലാ വീഡിയോയിലും ഉണ്ടാവും. സോ ഡു ദിസ്. ഓക്കെ,
നമുക്ക് ഈ ക്യാരറ്റ് എടുത്ത് വയ്ക്കാം. കാരണം ക്യാരറ്റ് പോയാൽ നമുക്ക് ഈ ക്യാരറ്റ് ഫാം ചെയ്യണം. ക്യാരറ്റ് ഫാം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഈ സാപ്ലിങ് ഇവിടെ നട്ട് വെച്ചേക്കാം. ഇവിടെ നട്ട് വെക്കേണ്ട 2 വേണം എടുത്ത് നിൽക്കുക. ഓക്കെ, ഇവിടെ നട്ട് വയ്ക്കാം. ഒന്ന് ഈ വക്കത്ത് നട്ട് വയ്ക്കാം. ഓക്കെ, നമുക്ക് ബാക്ക് ടു മൈനിങ്. ഒരു കോഴി സ്പോൺ ആയതിന് അതിന് ഞാൻ തല്ലിക്കൊന്നു. അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ചെസ്റ്റ് വന്നിട്ടുണ്ട്. ചെസ്റ്റിൽ കുറച്ച് അയണും 2 ചാർക്കോളും 4 കോലും. ഞാൻ പറഞ്ഞില്ലേ അടുത്തത് ചെയിൻ്റെ ഇത് വരുന്നു. എന്ത് ചെയിൻ ബൂട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുൾ ചെയിൻ ആർമർ ആയതുകൊണ്ട് പക്ഷെ ഞാൻ ഇപ്പം തന്നെ ഇടുന്നില്ല. ആവശ്യം വരും, എപ്പോഴും ആവശ്യം വരും പറയാൻ പറ്റില്ല. ഓക്കെ, ഓക്കെ, നമ്മൾ അയൺ കൊടുത്തേക്കണം. അയൺ കുറെ കിട്ടുന്നുണ്ട്. ഇപ്പം തന്നെ 20 എത്ര അയണു കയ്യിൽ 19 ഉണ്ട്. ചെസ്റ്റിൽ 3 വെച്ചുണ്ട്. ഓക്കെ, ഇവൻ്റെ സോർട്ട് ചെയ്യണം. ഈ സോർട്ട് ചെയ്യാൻ ഭയങ്കര ഇതായിട്ട് ഭയങ്കര ലാഗും ആകപ്പാടെ പണിയുണ്ട് ഗൈസ്. ഓക്കെ, എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കോപ്പർ കണ്ടോ ഇപ്പം തന്നെ എത്രയായി? 28 എണ്ണമായി. നീ അയൺ കൊടുത്ത് വയ്ക്കാം. 22 എണ്ണമായി. ഓക്കെ, സ്റ്റിക്ക് എടുത്ത് വയ്ക്കാം. മുഡ് കൊടുത്ത് വയ്ക്കാം. ഓക്കെ, നമുക്കിപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റുമോ മറ്റേ ഹെൽമെറ്റ് ടോർച്ച് വെച്ചിട്ടുള്ളത്? എൻ്റെ അടുത്ത് സ്ട്രിങ് ഉണ്ടല്ലോ. ലീഡാൻ വേണ്ടി സോറി ലീഡ് ഉണ്ടാക്കാൻ 4 or 5 എത്ര സ്ട്രിങ്ങാൻ വേണ്ടി? 5 സ്ട്രിങ് വേണം എൻ്റെ അടുത്ത്. നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ആ വൂള് സ്ട്രിങ് ആക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അറിയില്ല, സ്ട്രിങ് ആക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, സ്കെൽറ്റൻ വന്നു കഴിഞ്ഞാൽ തല്ലിക്കൊന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻവെൻറ്ററി സോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഇവിടം വരെ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ നാളെ വരാം അടുത്ത വീഡിയോ ആയിട്ട്. സോ എല്ലാവർക്കും ബൈ.